പടിയിറങ്ങിയ ഡേവിഡ് ആൻഡ്രൂ വാർണർ. താങ്ക് യു ഫോർ ഓൾ ദ എന്റർടൈൻമെന്റ് ആൻഡ് ത്രിൽ. താങ്ക് യു ഡേവിഡ് വാർണർ. ഹൃദയസ്പർശിയായ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു കഴിഞ്ഞ ദിനം സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം. 70കളിലെയും 80കളിലെയും ക്രിക്കറ്റ് മത്സരങ്ങളിലേതുപോലെ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിനെ യാത്രയാക്കാൻ കാണികളും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിന്നിരുന്നു പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത്. ഡേവിഡ് വാർണർ പാകിസ്ഥാനെതിരെ സിഡ്നിയിൽ തന്റെ അവസാന ഇന്നിംഗ്സിൽ 57 റൺസ് നേടിയത് വാർണറുടെ വിടവാങ്ങൽ കൂടുതൽ മനോഹരമാക്കിയതായി നമുക്ക് കാണാം. തിരികെ പവലിയനിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്റെ ഹെൽമറ്റും ബാറ്റിംഗ് ഗ്ലൗസും ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് നൽകുകയും ചെയ്തു. ഒരു സ്വർഗം കിട്ടിയ സന്തോഷം ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു. അത് ഡേവിഡ് വാർണറുടെ ഗ്ലൗ ആണ്. പിന്നീട് ഗ്രൗണ്ടിൽ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ചുള്ള നൃത്തം. ഇടയ്ക്ക് സഹ ഓപ്പണർ ഉസ്മാൻ ഖവാജയുടെ ഉമ്മയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ വാത്സല്യം ആവോളം നുകരുന്ന ഡേവിഡ് വാർണർ. ഡേവിഡ് വാർണറും ഉസ്മാൻ ഖവാജയും നമുക്കറിയാം ഓസ്ട്രേലിയക്കായി വളരെ കാലമായി റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്നിംഗ്സ് തുറന്നിട്ടുണ്ട്. ഒരുമിച്ച് കരിയർ ആരംഭിച്ച ഇവർ അടുത്ത സുഹൃത്തുക്കളുമാണ്. 31 വർഷമായി പരസ്പരം അറിയാവുന്ന ഖവാജയും അതുപോലെ വാർണറും കളിക്കളത്തിലും പുറത്തും ഒരുപാട് ഓർമ്മകൾ മുമ്പും പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ അവനെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നത് പോലെ. അവർ അവനെ ഷെയ്ത്താൻ എന്ന് വിളിക്കാറുണ്ട് കളിയായിട്ട്. ഉസ്മാൻ ഖവാജ ആ ഒരു മനോഹര നിമിഷങ്ങളെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: സാജിദ് ഖാന്റെ പന്തിൽ LBW ആയിട്ടായിരുന്നു വാർണർ രണ്ടാം ഇന്നിംഗ്സിൽ പുറത്തായത്. മത്സരത്തിന്റെ 25ാം ഓവറിൽ സാജിദ് ഖാന്റെ പന്തിൽ ഡേവിഡ് വാർണർക്കെതിരെ പാക് താരങ്ങൾ അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ആ സമയത്ത് ഔട്ട് അനുവദിച്ചിരുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ DRSന് പോകുന്നു. TV അമ്പയർ ഔട്ടാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഡേവിഡ് വാർണർ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു. നിറഞ്ഞ കൈയടികളോടെ എഴുന്നേറ്റ് നിന്നാണ് ഗാലറി വാർണറെ ആദരിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റ് ഈസ് ഗോയിങ് ടു മിസ് എ ലോട്ട് ഓഫ് സ്പാർക്ക് ഡേവി, വാട്ട് എ ജേർണി. രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരിക്കലും മറക്കാത്ത ഇരുൾമൂടിയ ഒരു അധ്യായമായി പോകേണ്ടിയിരുന്ന തന്റെ പേരിനെ വിടാതെ പിന്തുടർന്ന വില്ലൻ ഇമേജിനെ നിശ്ചയദാർഢ്യത്തോടെ മാറ്റി എഴുതിയ കളിക്കാരനാണ് ഡേവിഡ് വാർണർ. അരങ്ങേറ്റ ദിനത്തിൽ തന്നെ ഓസീസ് ആരാധകരുടെ സ്റ്റാൻഡിംഗ് ഓവേഷൻ സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു നടക്കുന്ന 22-കാരനായ ഡേവിഡ് വാർണറിന്റെ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് 132 വർഷത്തെ ഓസീസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരൊറ്റ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിന്റെ അനുഭവമില്ലാതെ MCGയിൽ അദ്ദേഹം ആ ഒരു ദിനം സ്റ്റെയിനെയും എൻറ്റീനിയെയും മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറത്തിക്കൊണ്ട് നേടിയ 42 പന്തുകളിലെ 89 റൺസുകളിൽ ഓസീസ് സെലക്ടേഴ്സിന്റെ ദീർഘവീക്ഷണത്തിന്റെ കയ്യൊപ്പുമുണ്ടായിരുന്നു. അയാൾ 14 വർഷങ്ങൾക്കിപ്പുറം ഒരു ലെജൻഡ് പരിവേഷത്തിൽ പാഡ് അഴിക്കുമ്പോൾ നോവുന്നത് ഓസ്ട്രേലിയക്ക് മാത്രമല്ല, ഒരു ക്രിക്കറ്റ് പ്രേമിക്കുമാണ്, ഒരു ഇന്ത്യക്കാരനും കൂടിയാണ്. അത്രമേൽ സ്വാധീനം ഇന്ത്യൻ ആരാധകർക്കിടയിൽ അയാൾക്കുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച ബാറ്റേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുമ്പോഴും അവിടെയും തലയെടുപ്പോടെ നിൽക്കുന്ന കണക്കുകളുള്ള ഒറ്റക്കൊരു മത്സരം തട്ടിയെടുക്കാനുള്ള കഴിവുകൾക്കൊപ്പം സ്ഥിരതയും നിലനിർത്തിയ ബാറ്റ്സ്മാൻഷിപ്പ് ഡേവിഡ് വാർണർക്ക് സ്വന്തമായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന ടീമിനെ ഏതാണ്ട് ഒറ്റക്ക് തന്നെ കിരീടമണിയിച്ച, ആരാരും ഭയപ്പെടുന്ന ഒരു ടീമാക്കി മാറ്റിയ ഇരട്ടച്ചങ്കനായിരുന്നു അയാൾ. താൻ പുറത്തായാൽ ആ ടീം ഇല്ലെന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും 6 സീസണുകളിലും 500-ന് മുകളിൽ റൺസുകൾ സ്വന്തമാക്കിയിരുന്നു അയാൾ. ആ സമയത്ത് 3 ഓറഞ്ച് ക്യാപ്പുകൾ ആ ഒരു ജേഴ്സിയിൽ അയാൾ നേടിയിരുന്നു. അയാളുടെ ബെൽറ്റിലുണ്ടായിരുന്നു ആ 3 ഓറഞ്ച് ക്യാപ്പുകൾ. കളിക്കളത്തിലും അതിന് പുറത്തും ആ ഒരു അഗ്രസീവ് അപ്രോച്ച് കാത്തു സൂക്ഷിക്കുമ്പോഴും തന്റെ പഴയ സഹതാരമായ ഫിൽ ഹ്യൂഗ്സിന്റെ ഷോക്കിംഗ് മരണത്തിനു ശേഷം നടന്ന ഇമോഷണൽ അഡ്ലൈഡ് ടെസ്റ്റിൽ തന്റെ സ്കോർ 63-ൽ നിൽക്കുമ്പോൾ അയാളെ ഓർത്തുകൊണ്ട് ആകാശത്തേക്ക് നോക്കുന്ന വാർണർ എന്ന മനുഷ്യന് നമുക്ക് ഓർമ്മയുണ്ട്. അവസാന ടെസ്റ്റിലും ഹ്യൂഗ്സിന്റെ ചിത്രത്തിൽ തൊട്ടുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് നിൽക്കുന്ന വാർണർ അതൊരു ജിന്ന് തന്നെയാണ്. ഓസീസിന്റെ അത്ഭുത ബാലനായിരുന്നു അയാൾ. യെസ്, ഡേവിഡ് വാർണർ എന്ന ഓസീസ് താരം തന്റെ കരിയറിനെ 2ാം പാദത്തിൽ വില്ലനിൽ നിന്ന് നായകനായി പരിണമിച്ച താരമാണ്. ഉയർച്ചയും താഴ്ചയും ഒരുപാടുണ്ട് ഡേവിഡ് വാർണറുടെ കരിയറിൽ. മുമ്പ് ബാറിലിട്ട് ഇംഗ്ലീഷ് സൂപ്പർ താരം ജോ റൂട്ടിനെ അടിച്ചതിന് ഓസ്ട്രേലിയ ടീമിൽ നിന്നും പുറത്താക്കിയിരുന്നു അയാളെ. അതിനുശേഷം പന്ത് ചുരണ്ടൽ വിവാദം. പലരും പറഞ്ഞിരുന്നു അന്ന് ഇത് വാർണറുടെ അവസാനമാണെന്ന്. തെരുവിൽ കൂടി ആ സമയത്ത് കൈകൊണ്ട് ബാറ്റ് ചെയ്യുന്ന ആക്ഷൻ കാണിച്ച് നടന്നു നീങ്ങുന്ന അന്നത്തെ വാർണർ ചിലരിൽ വിഷമവും ചിലരിൽ ചിരിയും ഉളവാക്കിയിരുന്നു. പിന്നീട് തിരിച്ചു വന്ന ഡേവിഡ് വാർണർ ബാറ്റ് കൊണ്ട് മായാജാലം കാട്ടുന്നതിനൊപ്പം കളത്തിന് പുറത്തും ഏറെ മര്യാദക്കാരനായി മാറിയത് നമുക്ക് കാണാം. അല്ലു അർജുന്റെ പുട്ടബൊമ്മയും ബാഹുബലിയിലെയും പാട്ടുകൾ ടിക്ടോക്ക് ആടി കരിയറിന്റെ 2ാം പാദത്തിൽ മര്യാദക്കാരനായി ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു ഡേവിഡ് വാർണർ.
മുമ്പ് 2 സീസൺ മുമ്പുള്ള ഒരു ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോടെ തിളങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ ആരാധകരെ കയ്യിലെടുത്തുകൊണ്ട് ഓസീസ് ഓപ്പണറായ ഡേവിഡ് വാർണറുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. അല്ലു അർജുന്റെ തെന്നിന്ത്യൻ ചിത്രം പുഷ്പയിലെ പുതിയ ഗാനത്തിന്റെ വീഡിയോയിൽ നിന്നും അല്ലു അർജുന്റെ തല മോർഫ് ചെയ്ത് മാറ്റിക്കൊണ്ട് പകരം തന്റെ തല വെച്ചുള്ള ഗാനത്തിന്റെ വീഡിയോ ആണ് പതിവ് പോലെ ആ സമയത്ത് വാർണർ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. നമുക്കറിയാം വാർണർക്ക് ഇതൊരു ഹോബിയാണ്, ഹരമാണ്, എൻജോയ്മെന്റ് ആണ്. നമുക്കറിയാം കോവിഡ് വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ മോർഫ് ചെയ്ത ഇത്തരം നാടിന് നടുക്കുന്ന വീഡിയോകളിലൂടെ വാർണർ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിൽ കുരുങ്ങിയതോടെ സമയം കളയാൻ വേണ്ടി ആ സമയത്ത് ടിക്ടോക്കിൽ അഭയം തേടിയിരുന്നു ഡേവിഡ് വാർണർ. ടിക്ടോക്കിൽ സജീവമായിരുന്നു അന്ന് ഡേവിഡ് വാർണർ. പ്രധാനമായും തെലുങ്ക് ചിത്രങ്ങളായിരുന്നു വാർണറുടെ വീക്ക്നെസ്. അല്ലു അർജുനും പ്രഭാസും ഒക്കെ ഇഷ്ടപ്പെട്ട താരങ്ങളും. ലോക്ക്ഡൌൺ സമയത്ത് ഇത്തരം ചില ടിക്ടോക്ക് വീഡിയോകൾ ഹിറ്റായതോടെ ഡേവിഡ് വാർണറിനെ ആ സമയത്ത് തെലുങ്ക് സിനിമയിലേക്ക് ക്ഷണിക്കുക വരെ ചെയ്തിരുന്നു തെലുങ്കിലെ പേരെടുത്ത ഡയറക്ടേഴ്സ്. തെലുങ്കിലെ പ്രശസ്ത സംവിധായകനായ പുരി ജഗന്നാഥ് അങ്ങനെ ഡേവിഡ് വാർണറിനെ തന്റെ സിനിമയിൽ ക്ഷണിച്ചവരിൽ പ്രധാന സംവിധായകനാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത പോക്കിരി എന്ന തെലുങ്ക് ചിത്രത്തിലെ പ്രശസ്തമായ ഡയലോഗിന് ചുണ്ടുചലിപ്പിക്കുന്ന ഒരു ടിക്ടോക്ക് വീഡിയോ വാർണർ സമൂഹ മാധ്യമങ്ങളിൽ ആ സമയത്ത് പങ്കുവച്ചിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് പുരി ജഗന്നാഥ് വാർണറിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്റെ സിനിമയിലേക്ക് ക്ഷണിച്ചത്. വാർണർക്കൊപ്പം ടിക്ടോക്കിൽ സജീവമാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. നമുക്കറിയാം, മുൻപ് കേരളത്തിൽ വരെ വലിയ ഹിറ്റായി മാറിയിരുന്ന ബുട്ടബൊമ്മ എന്ന് തുടങ്ങുന്ന തെലുങ്ക് ഗാനത്തിന് ചുവട് വെച്ചും ആ സമയത്ത് താരം രംഗത്തെത്തിയിരുന്നു. ഭാര്യ കാൻഡിസിനൊപ്പമായിരുന്നു ഇത്. ഒട്ടേറെ പേരാണ് ഇതുവരെ ആ ഒരു ടിക്ടോക്കിൽ ആ ഒരു വീഡിയോ കണ്ടത്. അതുപോലെ ഷീല കി ജവാനി എന്ന വിഖ്യാത ബോളിവുഡ് ഐറ്റം ഗാനത്തിന് വാർണറും മക്കളും ചേർന്ന് ചുവട് വെച്ചതും വലിയ രീതിയിൽ സൂപ്പർ ഹിറ്റായിരുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ബാഹുബലിയുടെ അമലേന്ദ്ര ബാഹുബലിയായിട്ട് വാർണർ എത്തിയതും ആ സമയത്ത് തരംഗമായിരുന്നു. കളിക്കളത്തിലും ഇതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരുന്നു ഡേവിഡ് വാർണർ. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ലോകകപ്പിലടക്കം നമ്മൾ കണ്ടതാണ് ആ ഒരു എന്റർടൈൻമെന്റ്. കളിക്കിടെ മഴ പെയ്തപ്പോൾ ഗ്രൗണ്ട്സ്മാൻമാർക്കൊപ്പം ഗ്രൗണ്ട് മൂടാൻ ഓടി നടക്കുന്ന ഡേവിഡ് വാർണർ, സെഞ്ചുറി അടിച്ചതിന് ശേഷമുള്ള പുഷ്പ സെലിബ്രേഷൻ, IPL ഇതുപോലെ രവീന്ദ്ര ജഡേജയെ പ്രകോപിച്ചുകൊണ്ടുള്ള ബാറ്റ് ചുയറ്റൽ, അതുപോലെ ഷൈൻ അഫ്രീദിയുമായുള്ള മോക്ക് കൊമ്പുകോർക്കൽ, അങ്ങനെ വാർണർ കളമൊഴിയുമ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റുകൾ കൂടിയാണ്. വിട ഡേവിഡ് വാർണർ. Thank you for all the entertainment and thrill. Thank you, David Warner.